BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മുഖ്യമന്ത്രി ജയിക്കുന്നത് ധർമ്മടമായതുകൊണ്ട് അവിടെ ആര് നിന്നാലും ജയിക്കും. UDF യോഗത്തിൽ ജി സുധാകരൻ. മുഖ്യമന്ത്രിക്കെതിരെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ UDF ജനറൽ ബോഡി യോഗത്തിലാണ് ആഞ്ഞടിച്ചത്. മുഖ്യമന്ത്രി ജയിക്കുന്നത് ധർമ്മടമായതുകൊണ്ട് അവിടെ ആര് നിന്നാലും ജയിക്കും. 9ാം തവണയാണ് മത്സരിക്കുന്നത്. എനിക്ക് പാർലമെന്ററി വ്യാമോഹം എന്നാണ് എന്നിട്ട് പറയുന്നത്. ആലപ്പുഴയല്ല കണ്ണൂർ, ആര് നിന്നാലും ജയിക്കും. മരിക്കുന്നതുവരെ AKG പാർലമെന്ററി മെമ്പർ ആയിരുന്നല്ലോ എന്നും ജി സുധാകരൻ യോഗത്തിൽ പരാമർശിച്ചു. മഞ്ചേശ്വരത്ത് UDFന് ആശങ്ക, മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് SDPI. മഞ്ചേശ്വരത്ത് UDFന് ആശങ്ക, മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് SDPI. ജില്ലാ കൌൺസിൽ അംഗം KM അഷ്റഫ് മത്സരിക്കും. നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ SDPI വോട്ടുകൾ നിർണായകമാണ്. മഞ്ചേശ്വരത്ത് 10,000-ഓളം വോട്ടുകളുണ്ടെന്നാണ് SDPI അവകാശവാദം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണച്ചിരുന്നു. എന്നാൽ SDPI മത്സരിക്കുന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് BJP. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ തകർക്കുമെന്ന് ട്രംപ്. കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈദ്യുതി നിലയങ്ങൾ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി നൽകും എന്നാണ് ഇറാന്റെ മറുപടി. ഇസ്രായേലിന്റെ ആയുധപ്പുരയെന്ന് അറിയപ്പെടുന്ന ഡിമോണ ആണവ നിലയം ഇറാൻ ആക്രമിച്ചു. യുദ്ധം അവസാനിപ്പിക്കുവാൻ ആലോചിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇന്ന് സ്ഥിതിഗതികൾ മാറി. ഇറാൻ കരാറിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും താൻ അതിന് തയ്യാറല്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാൻ മുന്നോട്ടുവച്ച കടുത്ത നിബന്ധനകൾ ഈജിപ്തും ഖത്തറും അമേരിക്കയെ ധരിപ്പിച്ചതിനെ തുടർന്നാണ് ട്രംപിന്റെ പിന്മാറ്റം എന്നാണ് റിപ്പോർട്ടുകൾ. GCC രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം. മിസൈലുകൾ തകർത്ത സൌദി പ്രതിരോധ സേന. GCC രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം. സൌദി അറേബ്യ ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധ സേന തകർത്തു. ഇറാൻ എംബസി ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനകം രാജ്യം വിടുവാൻ സൌദി അറേബ്യ ഉത്തരവിട്ടു. ഖത്തറിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണു. കഴിഞ്ഞ രാത്രിയും ഇന്ന് പകലുമായി GCC രാജ്യങ്ങളെ ലക്ഷ്യമാക്കി വലിയ രീതിയിലുള്ള ആക്രമണ ശ്രമങ്ങളുണ്ടായി. സൌദിയുടെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടെത്തിയ 20 ഡ്രോണുകൾ പ്രതിരോധ വിഭാഗം വിജയകരമായി തകർത്തു. ഇതിനു പുറമെ റിയാദ് നഗരത്തെ ലക്ഷ്യം വെച്ച് 3 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചും ആക്രമണമുണ്ടായി. ഇതിലൊന്ന് പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. മറ്റ് 2 മിസൈലുകൾ വിജനമായ പ്രദേശത്താണ് പതിച്ചതെന്നും ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ 6 സൈനികർ മരിച്ചു. ഒരാൾക്കായി വ്യാപക തെരച്ചിൽ. ഇന്ന് വെളുപ്പിന് സാങ്കേതിക തകരാറിനെ തുടർന്ന് ഖത്തർ സമുദ്രാതിർത്തിയിൽ തകർന്നു വീണ സൈനിക ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 7 പേരിൽ 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം. 7 സൈനികരാണ് ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത്. ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സംസ്ഥാനത്ത് ചൂട് കൂടും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് UV ഇൻഡെക്സ് ഉയരുന്നതും ആശങ്കയുയർത്തുന്നുണ്ട്. സംസ്ഥാനത്തെ ചൂട് ക്രമാതീതമായി ഉയരുന്നതിനിടയിലാണ് 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ശത്രു കപ്പലുകൾ ഒഴികെയുള്ളവയ്ക്ക് ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുത്തിട്ടുണ്ട് ഇറാൻ. ശത്രു കപ്പലുകൾ ഒഴികെയുള്ളവയ്ക്ക് ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ടുണ്ടെന്ന് ഇറാൻ. പ്രതിസന്ധിക്ക് കാരണം US ഇസ്രായേൽ ആക്രമണമാണെന്നും ഇറാൻ വിശദീകരിച്ചു. ഇറാൻ മുൻഗണന നൽകുന്നത് നയതന്ത്രത്തിനെന്നും UN മാരിടൈം സംഘടനയിലെ ഇറാൻ പ്രതിനിധി അലി മൌസവി പറഞ്ഞു. ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിന് പരസ്പര വിശ്വാസം അനിവാര്യമാണെന്നും ഇറാൻ അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.